ഈ കൊല്ലത്തെ പെരുന്നാട് അയ്യപ്പ ക്ഷേത്രത്തിൽ ഇന്നലെ SNDP യോഗത്തിൻ്റെ പ്രവർത്തകരെല്ലാം കൂടെ ചേർന്നിട്ട് ഷർട്ടിട്ട് അമ്പലത്തിൽ കയറി. ഇത്ര വലിയ സംഭവമാണോ? വലിയ സംഭവമാണെന്ന് അവർ വിചാരിച്ചു. ആരും ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അത് ഷൂ ആയിട്ട് പോയി. നമ്മുടെ ഈ പാവക്കുളത്ത് അമ്പലത്തിൽ എത്രയോ വർഷമായിട്ട് ഷർട്ടിട്ട് കയറാമല്ലോ. അല്ല, അതല്ല, ഷർട്ടിട്ട് കയറാവുന്ന ഏതെങ്കിലും ചില്ലറ അമ്പലങ്ങളൊക്കെ ഉണ്ടാവും. ചില സ്ഥലത്ത് നമ്മൾ ഗ്രാമപ്രദേശത്തെ അമ്പലത്തിൽ ഷർട്ടിട്ട് കയറി എന്ന് വിചാരിച്ചിട്ട് ആരും അങ്ങനെ ബഹളമൊന്നും വയ്ക്കാൻ വരാറില്ല. അത് വലിയൊരു വിഷയമല്ല. വലിയൊരു വിഷയമാണ് എന്ന് ഈ വല്ലാതെ ആചാരം പാലിക്കുന്നവരുണ്ട്. അവിടെ തുടരുത്, ഇവിടെ തുടരുത്. അപ്പോൾ അതൊരു അവരുടെ ഒരു വ്യക്തിപരമായ സ്വഭാവമാണ്. ചിലരത് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നും, തൊട്ടെങ്കിൽ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പോൾ എനിക്ക് ഒരു മേൽശാന്തി അറിയാം, ആലപ്പുഴയിലെ ഒരു അമ്പലത്തിലെ മേൽശാന്തി കുളിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെയും തൊടാൻ പാടില്ല. പക്ഷേ അമ്പലക്കുളത്തിൽ നിന്ന് തിരിച്ച് അമ്പലത്തിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് മുട്ടിന്നിരിക്കും. എന്തു ചെയ്യും? പിന്നെ പോയി കുളിക്കണ്ടേ? അപ്പോൾ പുള്ളിക്കായിട്ടൊരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കി. ഞാൻ കുളിച്ച് ശുദ്ധമായി വന്നു കഴിഞ്ഞാൽ എന്നെ ആര് തൊടുന്നോ അയാൾ ശുദ്ധനാകും എന്നുള്ളതല്ലാതെ ഞാൻ അശുദ്ധനാവില്ല. ഇങ്ങനൊരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കി. അപ്പോൾ അറിയാതെ ആരെങ്കിലും പുള്ളിയെ മുട്ടിക്കഴിഞ്ഞാൽ ആ മുട്ടിയ ആളും കൂടെ പരിശുദ്ധനാകും എന്നുള്ളതല്ലാതെ ഈ ശുദ്ധി അങ്ങോട്ട് വ്യാപിക്കും, അശുദ്ധി ഇങ്ങോട്ടല്ല വരുന്നതെന്ന് പുള്ളി ഒരു പ്രിൻസിപ്പിൾ അങ്ങ് തീരുമാനിച്ചു. അതോടെ പുള്ളിയുടെ ടെൻഷൻ കഴിഞ്ഞു. മറ്റേത് പുള്ളിക്ക് ടെൻഷനാണ്, മാറ് എന്നൊക്കെ പറയും. അപ്പോൾ അമ്പലത്തിൽ തിരക്കൊക്കെ ഉള്ളപ്പോൾ ആൾക്കാർ പിള്ളേരൊക്കെ ഓടി വന്ന് ചിലപ്പോൾ കാലിലടി, ഇതൊക്കെ സംഭവിക്കും. പക്ഷേ ഇതെല്ലാം ശുദ്ധിക്ക് വിരുദ്ധമാണല്ലോ. പിന്നെയും പോയി കുളിക്കണമെന്നാണ് ചട്ടമനുസരിച്ച്. പുള്ളി നോക്കി, ഈ ചട്ടം നോക്കി പുള്ളിക്ക് കുളത്തിൽ മുങ്ങാനേ നേരം ഉണ്ടാവുള്ളൂ. കുളത്തിൽ നിന്ന് കരയ്ക്ക് കയറി കഴിഞ്ഞാൽ അശുദ്ധിയായി. അപ്പോൾ ഇത് വലിയ പ്രയാസമായി കഴിഞ്ഞപ്പോൾ പുള്ളി ഈ പ്രിൻസിപ്പിൾ മാറ്റി. അതുകൊണ്ട് സമാധാനമായിട്ട് പുള്ളിയുടെ പൂജയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. അമ്പലത്തിനും കുഴപ്പമില്ല, നാട്ടുകാർക്കും കുഴപ്പമില്ല. ആരും അനാവശ്യമായിട്ട് പുള്ളിയെ ചെന്ന് തൊടുകയില്ല. ഓർക്കാപ്പുറത്ത് തൊട്ടുപോയി കഴിഞ്ഞാൽ അത് ഈ ഇക്വേഷൻ വെച്ച് ക്യാൻസലാകുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് അമ്പലങ്ങൾ നടന്നു പോകുന്നത്. നമ്മൾ തീരെ ആൾ കുറഞ്ഞ അമ്പലങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. അതല്ലാത്ത അമ്പലങ്ങളിൽ പലപ്പോഴും ഇതുപോലത്തെ അബദ്ധങ്ങൾ സംഭവിക്കും. അത് ശരി, അങ്ങനെ ചെയ്യും. ഞാൻ പ്രശസ്തമായ ഒരു സർപ്പക്ഷേത്രം അവിടെ പോയി. എൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞുണ്ട്, 2 വയസ്സ്, ഞാനും ഭാര്യയുണ്ട്, 2 പിള്ളേരും ഒക്കെ ആയിട്ട്. ഈ കക്ഷി അമ്പലത്തിനുള്ളിൽ മൂത്രമൊഴിച്ചു. 2 വയസ്സാണ്, എന്ത് ചെയ്യും? 8ഉം പൊട്ടും തിരിയാത്ത പ്രായം. വേണമെങ്കിൽ ഇതാരും അറിഞ്ഞിട്ടുമില്ല. കാരണം പിള്ളേർ മൂത്രമൊഴിക്കുന്നത് ക്വാണ്ടിറ്റി വളരെ കുറവാണ്, ആരും അറിയില്ല. ആ ഫ്രോക്കിലൊക്കെ മുങ്ങി അതങ്ങ് പോകും. ബട്ട് ഞാൻ ഭാര്യയോട് പറഞ്ഞു, അത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, സത്യസന്ധമായിട്ട് അവരോട് പറയണം, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കൗണ്ടർ വെച്ചെന്ന് പറഞ്ഞു, ഇങ്ങനെയാണ്, ഇങ്ങനൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അയ്യോ, സാരമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ പിഴ പ്രായശ്ചിത്തം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. അവർ പറഞ്ഞു, ഒന്നുമില്ല, നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ചെയ്യാനുള്ളത് ഞങ്ങൾക്കാണ്. രാവിലെ മുതൽ ചാർത്തിയ പൂ, അലങ്കാരം, അത് ഇത് കംപ്ലീറ്റ് മാറ്റിയിട്ട് ഫ്രഷായിട്ട് വീണ്ടും ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, അതിൻ്റെ ചിലവ് ഞാൻ വഹിച്ചോളാം. അവർ പറഞ്ഞില്ല, അങ്ങനെ ഒരു പ്രൊവിഷനില്ല. അമ്പലത്തിൽ അശുദ്ധി സംഭവിച്ചു കഴിഞ്ഞാൽ അത് ശുദ്ധി ചെയ്യേണ്ടത് ഞങ്ങൾ തന്നെയാണ്. ആരാണോ അശുദ്ധി വരുത്തിയ ആൾക്ക് പിഴയോ, അയാൾ തലകുത്തി നീക്കണം, 21 വട്ടം അമ്പലത്തിന് ശയന പ്രദക്ഷിണം, ഇങ്ങനെയുള്ള ശിക്ഷയൊന്നുമില്ല. അത് സംഭവിക്കുന്നതാണ്. പ്രത്യേകിച്ചും കുട്ടി നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല. അതുകൊണ്ട് പല ക്ഷേത്രങ്ങളിലും കൈക്കുഞ്ഞുങ്ങളെയൊന്നും കൊണ്ടുപോകാൻ അവർ സമ്മതിക്കാറില്ല. ഈ ഒരു അപകടം വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും ശുദ്ധാശുദ്ധങ്ങൾ ഒക്കെ സംഭവിക്കാറൊക്കെ ഉണ്ട്. അതിന് പരിഹാരമുണ്ട്. വലിയ കാര്യമൊന്നുമല്ല ഇത്. അപ്പോൾ ഷർട്ടിട്ട് കയറി എന്ന് വിചാരിച്ചിട്ട് ആ ക്ഷേത്രത്തിൽ അശുദ്ധി ഉണ്ടാകുന്നില്ല. ഷർട്ടിടരുത് എന്ന് പറഞ്ഞിട്ട് നിയമമില്ല. കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് ഒരേ ഒരു നിയമമേ ഉള്ളൂ. അത് 1965 ഹിന്ദു പ്ലേസസ് ഓഫ് വർഷിപ്പ് ഓതറൈസേഷൻ ഓഫ് എൻട്രി ആക്ട് 1965 പ്രവേശനം സംബന്ധിച്ചുള്ളതാണ്.
അത് വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രപ്രവേശന വിളംബരം ഒരു ഡിക്ലറേഷനാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് 1936 ഹിന്ദുക്കളിൽ ജാതിഭേദമന്യേ എല്ലാവർക്കും കയറാം. കയറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് ഡിക്ലറേഷനിൽ പറയുന്നില്ല. എവിടം വരെ കയറാം അത് ഡിക്ലറേഷനിൽ പറയുന്നില്ല. ഇനി എല്ലാവർക്കും കയറാം എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗിക്ക് കയറാമോ? അത് ഡിക്ലറേഷനിൽ പറയുന്നില്ല. അപ്പോൾ ഇതിനൊരു നിയമം ആവശ്യമാണ്. പ്രത്യേകിച്ചും ഭരണഘടന നിലവിൽ വന്നു കഴിയുമ്പോൾ എല്ലാം നിയമ സംവിധാനങ്ങൾ വഴി ചിട്ടപ്പെടുത്തണം. ഈ പഴയ ഒരു ഡിക്ലറേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പല ക്ഷേത്രങ്ങളിലും കയറുന്നില്ല ആൾക്കാർ, ചില ക്ഷേത്രങ്ങളിൽ കയറ്റുന്നുമില്ല. ചേർത്തല ദേവീക്ഷേത്രത്തിൽ 1946 ആദ്യം ഈ അവർണ വിഭാഗങ്ങൾ കയറി തുടങ്ങിയത്. 10 വർഷം അവർ കയറിയില്ല. കയറാഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്ന് നായർ അമ്പലമായിരുന്നു. നായന്മാരുടെ അമ്പലത്തിൽ കയറാൻ വെറുതെ എന്തിനാണ്? അവർക്കൊരു മനപ്രയാസം സംഗതിയൊക്കെ. നായന്മാരും ദയനീയമായിട്ട് ഇങ്ങനെ നോക്കും, കയറരുത് കേട്ടോ. അല്ല, രാജാവ് കയറാം എന്ന് പറഞ്ഞു, കയറണമെന്ന് ചേട്ടന് നിർബന്ധമൊന്നുമില്ലല്ലോ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. അപ്പോൾ ഈ ട്രഡീഷൻ മാറ്റാൻ രണ്ടു കൂട്ടർക്കും പ്രയാസമായിരുന്നു. കാരണം ഹാപ്പി ആയിട്ട് ഇക്വിലിബ്രിയത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ്, ഓഫ് കോഴ്സ് അതിനെ ചൊല്ലി വ്യാപകമായ ചർച്ചയും ബഹളമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഓരോ ഇൻഡിവിജ്വൽ അമ്പലം എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ആൾക്കാർ വെറുതെ വേണ്ട, അപ്പോൾ അവർക്കൊരു മനപ്രയാസം, ഞാൻ കയറി എന്ന് പറഞ്ഞു എന്ത് കാര്യം, ഇങ്ങനെ ആയിരുന്നു. 10 വർഷം എടുത്തിട്ട് ചേർത്തല കാർത്തിയായനി ക്ഷേത്രത്തിൽ, പ്രധാനപ്പെട്ട ചേർത്തല ടൗണിലെ ക്ഷേത്രമാണ്, അവിടെ 46 ആദ്യം ആൾക്കാർ കയറുന്നത്. അതിലും എത്രയോ കാലം കഴിഞ്ഞാണ് എൻ്റെ ഗ്രാമപ്രദേശത്തിലെ ക്ഷേത്രത്തിൽ ഞാൻ കയറിയത്. അന്ന് ഞാൻ അൺടച്ചബിളായിരുന്നു. ഒരേ ജന്മം അൺടച്ചബിൾ ആകാനും പിന്നെ സവർണ ഫാസിസ്റ്റ് ആകാനും ഭാഗ്യം കിട്ടിയ ഒരു കമ്മ്യൂണിറ്റിയാണ്. അതെന്താ അങ്ങനെ? അൺടച്ചബിൾ ആയിരുന്നു. അതങ്ങനെ അങ്ങനെയാണ്, ഞാൻ കേട്ടിട്ടില്ല. അൺടച്ചബിൾ ആണ്. അതെ, ഈ കേരളത്തിലെ സാധാരണ ക്ഷേത്രങ്ങളിൽ, ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലിരിക്കുന്ന അല്ലാത്ത ക്ഷേത്രങ്ങളിൽ അന്യദേശങ്ങളിൽ നിന്നുള്ളവരെ കയറ്റില്ല. അങ്ങനെ ഉണ്ടായിരുന്നോ? അത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് തമിഴ് ബ്രാഹ്മിൻസ് അവരുടെ ക്ഷേത്രങ്ങളുണ്ടാക്കി. തമിഴ് ബ്രാഹ്മിൻസിന് പ്രവേശനമില്ല, അവർക്കും പ്രവേശനം കിട്ടുന്നത് 1936 ക്ഷേത്രപ്രവേശനം. പുതിയ അറിവാണ്. തമിഴ്, കൊങ്ങിണി, തുളുവിന് നേരത്തെ ഉണ്ടായിരുന്നു. അവർ എംബ്രാന്തരി എന്നുള്ള വിഭാഗത്തിൽപ്പെട്ട് പൂജാരിമാരായിട്ട് അവിടെ നിന്ന് ക്ഷണിച്ചുകൊണ്ട് വന്നവരാണ്. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടിരുന്നു. തമിഴ് ബ്രാഹ്മിൻസ് പാചകത്തിനും ഇതിനുമൊക്കെ ആയിട്ട് കയറാമെന്നോ അങ്ങനെ ഒരു ഇളവ് അവർക്കുണ്ടായിരുന്നു. കൊങ്ങിണിമാർക്കൊന്നുമില്ല. ദേ ആർ അൺടച്ചബിൾ. അമ്പലത്തിൽ കയറാൻ പാടില്ല, അമ്പലക്കുളത്തിൽ ഇറങ്ങാൻ പാടില്ല. അത് ശരി. പ്രിമൈസ്. ഇപ്പോൾ ഈ സിറ്റുവേഷന് കഴിഞ്ഞിട്ടാണ് 1965 ഈ ആക്ട് വരുന്നത്. ആക്ട് വന്നപ്പോൾ എല്ലാവർക്കും കയറാമെന്നും തടഞ്ഞാൽ അതിന് ശിക്ഷ, അതിന് ഉത്തരവാദി ആരെന്നൊക്കെ ആക്ടിൽ. ചേട്ടൻ പറഞ്ഞു തുടങ്ങിയത് ചേട്ടൻ്റെ നാട്ടിലെ അമ്പലത്തിൽ കയറിയ കാര്യമാണ്. എൻ്റെ നാട്ടിലെ അമ്പലത്തിൽ RSS വന്നു. 1957 എൻ്റെ നാട്ടിൽ RSS ശാഖ വന്നു. അപ്പോൾ അവിടെ ഈ പുലയ സമുദായമാണ് കൂടുതൽ. സ്വാഭാവികമായിട്ട് RSS ശാഖയിലും പുലയരാണ് കൂടുതൽ. ശാഖ അമ്പലപ്പറമ്പിലാണ്. അന്ന് ഇതുപോലെ അമ്പലപ്പറമ്പിൽ ആയുധ പരിശീലനം, ഒന്നാമത് ആയുധമൊന്നും കയ്യിലില്ല, പിള്ളേർ കളിയാണ് വൈകുന്നേരം. ഇത് കഴിയുമ്പോൾ അമ്പലക്കുളത്തിൽ ഇറങ്ങി കൈയും കാലും കഴുകും. ഈ പിള്ളേർ കുളത്തിലിറങ്ങുമ്പോൾ ഇയാൾ ഇറങ്ങിക്കോ മറ്റേ ആൾ ഇറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിയന്ത്രിക്കാൻ പറ്റുമോ? മനസ്സാക്ഷിയുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു? കുളത്തിന് ഒരു അലവൻസ് കൊടുത്തു. കുളമല്ലേ, പിള്ളേർ ഇറങ്ങിക്കോട്ടെ. അങ്ങനെ ഞങ്ങൾ കുളത്തിലിറങ്ങി കൈയും കാലും പുറത്തുനിന്ന് തൊഴുതിട്ട് പിന്നെ മെല്ലെ അകത്ത് പോകാൻ. ചെറിയൊരു അമ്പലമായതുകൊണ്ട് അധികമാരും അകത്ത് പോകാറുമില്ല. പോയാൽ ഇങ്ങനെ നിന്ന് തൊഴാൻ പറ്റില്ല, സ്വയംഭൂവാണ്. ഇത് താഴെ ഒരു കുഴിയിലായിരിക്കുന്നത് ശിവൻ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് അധികം സ്ഥലവും തീരെ ചെറിയ അമ്പലമാണ്. അതുകൊണ്ട് അകത്ത് കയറണമെന്ന് ആരും അങ്ങനെ വാശി പിടിക്കാറില്ല. ഇപ്പോഴും അധികം ആരും അകത്ത് കയറാറില്ല. അത് ഏത് ക്ഷേത്രമാണ്? ശിവക്ഷേത്രം. എവിടെ? ചേർത്തലേ? ഉളവയ്പ്പ്. പിന്നെ കയറാൻ തുടങ്ങി. ഇപ്പോഴും വ്യാപകമായിട്ടൊന്നും ആരും അകത്തേക്ക് കയറാറില്ല. ഒന്നാം അവിടെ നിൽക്കാൻ സ്ഥലമില്ല.
4 5 ഏറിയാലൊരു 8 10 പേർക്ക് തിങ്ങിഞ്ഞിറങ്ങിയൊക്കെ നിൽക്കാം. അതുകൊണ്ട് അകത്ത് ശ്രീകോവിലിന് മുമ്പിൽ പോകാറില്ല. ശ്രീകോവിലിൽ പോയി കഴിഞ്ഞാലും ഈ ശിവനെ കാണണമെങ്കിൽ താഴെ നോക്കണം. ഭൂനിരപ്പിന് താഴെ ആണ് ശിവലിംഗം. ശിവലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെങ്കല്ലിൻ്റെ കഷ്ണമാണ്, അല്ലാതെ ഈ കറുത്ത ഷേപ്പുള്ള ശിവലിംഗമല്ല, സ്വയംഭൂവാണ്. ആ സ്വയംഭൂ എങ്ങനെ ഉണ്ടായോ അത് അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നു. അപ്പം ഇങ്ങനെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെ ഷർട്ട് ഇട്ടോ ഇട്ടില്ലയോ ഊരിയോ ഇതൊക്കെ ആര് നോക്കുന്നു? അതൊരു ഇവൻ്റാണ് എന്നൊക്കെ വിചാരിച്ച് അതെന്തോ വിപ്ലവമാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ പാവങ്ങൾ ഈ അമ്പലത്തിൽ കയറിയത്. അതാരും മൈൻഡ് ചെയ്യില്ല. നമുക്ക് ഞാൻ ഷർട്ടിട്ട് കയറി, അതിന് അല്ല ഞാൻ ഷർട്ടിട്ട് കയറി എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ എന്താ, അല്ല ഷർട്ട് ഊരണമെന്നല്ലേ എന്നാര് പറഞ്ഞു? കാരണം ഈ നിയമത്തിൽ 65 എൻട്രി നിയമത്തിൽ ഈ ഡ്രസ് കോഡിനെ പറ്റിയൊന്നും പറയുന്നില്ല. കാരണം ഡ്രസ് കോഡ് അന്നും ഈ അമ്പലങ്ങളിൽ ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള സാധനമാണ് എന്ന് നിയമം ഉണ്ടാക്കിയവർക്കറിയാം. നിയമം ഉണ്ടാക്കിയത് അജിത് പ്രസാദ് ജെയിൻ ICS ഉത്തർപ്രദേശുകാരനാണ്, ഗവർണറായിരുന്നു. 65 മുതൽ 67 വരെ കേരളത്തിൽ 2 വർഷം ഗവർണർ ഭരണം. അപ്പോൾ ഓർഡിനൻസ് ആയിട്ടാണ് ഇത് ആദ്യം വരുന്നത്. 6 മാസം കഴിഞ്ഞ് റീപ്രൊമൽഗേറ്റ് ചെയ്ത് പിന്നെ EMS സർക്കാർ 68 വന്നു കഴിഞ്ഞപ്പോൾ എനാക്ട് ചെയ്ത് നിയമസഭയിൽ പാസ്സാക്കി ആക്റ്റാക്കി. അങ്ങനെ അത് ആക്റ്റായി. അതിൻ്റെ റൂൾസ് ഉണ്ട്, കയറാൻ പറ്റാത്ത ആളുകൾ. അതിലാണ് ഈ അഹിന്ദുക്കൾ കയറരുതെന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ മുഴുവൻ അഹിന്ദുക്കൾ കയറിക്കൂടാ എന്നുള്ള ബോർഡ് വന്നത്. മറ്റ് ക്ഷേത്രങ്ങളിൽ അതില്ല താൻ. പ്രൈവറ്റ് ക്ഷേത്രങ്ങളിൽ കയറുന്നവരുമുണ്ട് കയറാത്തവരുമുണ്ട്. സാധാരണ ഒരു മനുഷ്യൻ ക്ഷേത്രത്തിൽ കയറാൻ വന്നു കഴിഞ്ഞാൽ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? അത് ചോദിക്കാറുമില്ല, തടയാറുമില്ല. ഇപ്പോൾ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ കയറാൻ വരുമ്പോഴാണ് ഈ തർക്കമൊക്കെ ഉണ്ടാകുന്നത്, കയറ്റണോ വേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ വളരെ ഫ്ലെക്സിബിളായ ഒരു സംവിധാനമാണ് ക്ഷേത്രം. അതങ്ങനെ ആകണം എന്ന് ഞാൻ പറയുകയല്ല, അങ്ങനെയാണത് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി അതല്ലാതെ ആക്കണമെന്ന് വാദിക്കുന്നവരുണ്ട്, കൃത്യമായിട്ട് ഇതെല്ലാം പാലിച്ച് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയല്ല, കുറച്ചുകൂടെ ലിബറൽ ആവാം എന്ന് പറയുന്നവരുണ്ട്. അതിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഞാനിപ്പോൾ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ പറയുകയാണ്. ഇവർ ചെയ്തതൊരു നോൺ ഇവൻ്റായിട്ട് മാറാൻ കാര്യം ഇതാണ്. അമ്പലത്തിൽ ഷർട്ടിട്ട് കയറി കഴിഞ്ഞാൽ അത്ര ആകാശം ഇടിഞ്ഞ് വീഴുന്ന ഒരു സംഗതിയാണ് എന്ന് ആരും വിചാരിക്കുന്നില്ല. പത്തനംതിട്ടയിലെ ഒരമ്പലത്തിലാണല്ലോ ഇത്. കൊല്ലമല്ല, പത്തനംതിട്ടയാണ്. ഇത് തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ നിങ്ങൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിടിക്കപ്പെടും, ഇഷ്യൂ ആകും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അതിലും വലിയ ഇഷ്യൂ ആകും. കാരണം അവിടെയൊക്കെ ഇത് കടുത്ത രീതിയിൽ പാലിക്കുന്ന ക്ഷേത്രങ്ങളാണ്. ഫ്ലെക്സിബിളല്ല ഇക്കാര്യത്തിൽ, വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഫ്ലെക്സിബിളല്ല. അവിടെ പോലീസ് വരെ നിൽപ്പുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു ടെസ്റ്റ് ഹൗസായിട്ട് ഞാൻ നോക്കിയതാണ്. ഞാൻ പോലീസുകാരനോട് ചോദിച്ചു, ഷർട്ടിട്ട് കയറാമോ? അയ്യോ പാടില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു നിയമമുണ്ടോ? നിയമമൊന്നും എനിക്ക് പരിചയമുള്ള പോലീസുകാരന്, നിയമമൊന്നും എനിക്കറിയില്ല മോൻ്റെ സാറ്, വെറുതെ കച്ചറ ഉണ്ടാക്കാതെ അല്ലെങ്കിൽ തന്നെ മനുഷ്യന് തല. കാരണം ഒരുപാട് ഇതിനിടയ്ക്ക് ഞാനിത് കൊണ്ട് ഷർട്ടിട്ട് കയറാൻ പോകുക, എന്നെ പിടിക്കുക, നിയമം ഏതാണെന്ന്. ഞാനാണെങ്കിൽ ഒരു ഉടക്കനാണെന്ന് ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം. നിയമം കൊണ്ടുപോകുക, നിയമം കാണിക്കുക, അല്ലെങ്കിൽ ഞാൻ കയറും എന്നൊക്കെ പറഞ്ഞ് കച്ചറ ഉണ്ടാക്കുക. അവർക്ക് തലവേദനയല്ലേ. പിന്നെ എന്നെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോകണം, സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് പറഞ്ഞു വിടണം. ഷർട്ട് ഇട്ടു എന്നുള്ളതിൻ്റെ പേരിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രശ്നം ഉണ്ടാക്കി മിസ്ചീഫ് എന്നൊക്കെ പറഞ്ഞിട്ട്, മിസ്ചീഫ് അല്ല ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞ് ഞാൻ ചുരുക്കി പറഞ്ഞാൽ പോലീസിന് പണിയാകും. അപ്പോൾ അയാൾ പറഞ്ഞ്, എൻ്റെ പൊന്നു മോൻ്റെ സാറേ ഒന്ന് മാറി നിന്ന് ബാക്കിയുള്ളവർ ഞാനൊന്ന് കയറ്റി വിടട്ടെ. അല്ല തമാശ, ഈ പെരുന്നാടമ്പലത്തിൽ അയ്യപ്പൻ്റെ അമ്പലമാണ്. സാക്ഷാൽ ശബരിമലയിൽ ഷർട്ടിട്ട് കയറാം, പിന്നെന്ത് പെരുന്നാട്ടിൽ അയ്യപ്പന്? അല്ല അങ്ങനെയല്ല. അതിന് ഈ ഇപ്പുറത്തുനിന്ന് പറയുന്നത് ന്യായം എന്താണെന്നറിയാമോ? ഓരോ അമ്പലത്തിനും ഓരോ ചിട്ടയാണ്. അതാണ് ഹിന്ദു സമാജത്തിൻ്റെ വൈവിധ്യം, അഥവാ ആണെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മൂർത്തി ഏതാണെന്നുള്ളതല്ല വിഷയം. ആ അമ്പലത്തിന് ഒരു അച്ചടക്കവും ചിട്ടയുണ്ട്, അത് നിങ്ങൾ പാലിച്ചേ പറ്റുള്ളൂ. അത് ഏകദേശം അവർ പറയുന്നത് ശരിയുമല്ലേ? കാരണം ഇപ്പോൾ ഈ അമ്പലത്തിൽ ശാസ്താവാണ്, അവിടെ ഷർട്ടിട്ട് കയറാൻ പാടില്ല. ഇവർ കയറിയാണല്ലോ വിപ്ലവം ഉണ്ടാക്കിയത്. ശബരിമലയിൽ ഷർട്ടിട്ട് കയറാം, ഷർട്ട് ഇടാതെയും കയറാം. 2 രീതിയിലും കയറുന്നവരുണ്ട്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിൽ അതിൻ്റെ അവിടുത്തെ ആളുകളുടെ സ്വഭാവവും സാഹചര്യവും വെച്ചിട്ട് അവർ ചെയ്യുന്നു. ഇതാണ് ഇപ്പുറത്തുനിന്ന് പറയുന്ന ന്യായം.
മറ്റവർ പറയുന്ന ന്യായം അത് കുറച്ചുകൂടെ വാലിഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാലം മാറി. നേരത്തെ ആരും ഷർട്ട് ഇട്ടിരുന്നില്ല. അതെ, തിരുവിതാംകൂർ മഹാരാജാവ് പോലും ഷർട്ട് ഇട്ടിരുന്നില്ല. ഫോട്ടോ രാജാരവിവർമ്മ വരയ്ക്കുമ്പോൾ അവർക്കിങ്ങനെ ഒരു വലിയ ഗൗൺ പോലെയൊക്കെ വരച്ചു കൊടുക്കും എന്നുള്ളതല്ലാതെ യാഥാർത്ഥ്യത്തിൽ ഷർട്ടില്ല അവർക്ക്. ഷർട്ട് ആർക്കും ഇല്ല എന്ന്. അതെ അതെ, തിരുവിതാംകൂറിലില്ല, കൊച്ചിയിലില്ല, മലബാറിലില്ല. പഴയ ഭാഷാഭൂഷണി സഭയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. വലിയ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, KC കേശവപിള്ള, മാമൻ മാപ്പിള ഇവരൊക്കെ ഉള്ളത്. ഇതിൽ മാമൻ മാപ്പിളയ്ക്ക് മാത്രമേ ഷർട്ടുള്ളൂ, വേറെ ആർക്കും ഷർട്ടില്ല. പുള്ളിയാണ് ഭാഷാഭൂഷണി സഭ സ്പോൺസർ ചെയ്തുകൊണ്ടിരുന്നത്, വിളിച്ചുകൊണ്ടിരുന്ന ആൾ മാമൻ മാപ്പിളയാണ്, മനോരമയുണ്ട്. മാമൻ മാപ്പിളയ്ക്ക് ഒരു ഷർട്ടും ഈ ഉത്തരീയവും ഒക്കെ ഉണ്ട്. ബാക്കിയുള്ളവർക്ക് ഷർട്ടില്ല. മുണ്ടും ഉത്തരീയവുമായിട്ടാണ് തെക്കുംകൂർ രാജായിരിക്കുന്നത്, വടക്കുംകൂർ രാജായിരിക്കുന്നത്, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരായിരിക്കുന്നത്, KC കേശവപിള്ള ഇരിക്കുന്നത്, ചാത്തുക്കുട്ടി മന്നാടിയായിരിക്കുന്നത്. ആർക്കും ഷർട്ടില്ല. അപ്പോൾ ഷർട്ടില്ലാത്ത ഒരു കാലം. അതുകൊണ്ട് ഷർട്ടിനെ പറ്റി ഒന്നും എഴുതി വയ്ക്കേണ്ടി വന്നില്ല. 1965 ഈ ആക്ട് ഉണ്ടാക്കുമ്പോൾ AP ജെയിൻ ഷർട്ടിടുന്ന ആളാണ്. ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ് ഉള്ളവരൊക്കെ അവർ ഷർട്ടില്ലാതെ കാണാൻ പറ്റില്ല. ഒരു ബനിയനോ ഒരു സാധനവും ഉണ്ടാകും. അവർ അപ്പർ ബോഡി നേക്കഡായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് അവിടെ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. എന്ത് വാങ്ങിക്കോട്ടെ, അവർ അപ്പർ ബോഡി നേക്കഡായിട്ട് വരില്ല. അവിടെ നിന്ന് ഇവിടെ ടൂറിസ്റ്റായിട്ട് വരുന്നവർ പണ്ട് കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ആദ്യത്തെ പരിപാടി, आप लोग ऊपर के कपड़े नहीं पहनते हैं, नीचे के कपड़े पहनते हैं, धन्यवाद. ഇത് എന്നോടൊരാൾ പറഞ്ഞു. കാരണം നമ്മൾ ഈ ഉച്ച കഴിയുമ്പോൾ മലയാളി ഇളം തിണ്ണയിൽ ഷർട്ടിടാതെ മുണ്ട് മാത്രം ഇട്ട് കിടന്നുറങ്ങും. അതെ അതെ, ആ തിണ്ണയുടെ തണുപ്പ്, ആ റെഡ് ഓക്സൈഡ് ഇട്ട് അതൊരു സുഖമാണ്. ആ സുഖം നശിപ്പിക്കുന്ന ഒരു ഈച്ചയുണ്ട്. അതിങ്ങനെ വന്ന് ചുണ്ടത്തിരിക്കും. കറക്റ്റ്. MT വാസുദേവൻ നോവലിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. എല്ലായിടത്തും അങ്ങനെ ഈച്ച ഉണ്ടാവും. ഈച്ച. അപ്പോൾ ഇതാണ് മലയാളിയുടെ പ്രകൃതി. അങ്ങനെ ഷർട്ടില്ല, അതുകൊണ്ട് ഷർട്ട് ഇടണോ വേണ്ട എന്നുള്ള ചോദ്യവും വന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഷർട്ട് എന്തോ മോശമാണ്, അതാണ്. അതിന് ഒരുപാട് എന്തിനും ശ്ലോകമുണ്ട് സുനിൽ. ഏത് കാര്യത്തിനും സംസ്കൃത ശ്ലോകം കിട്ടും. ഞാനെപ്പോഴും പറയാറുണ്ട്. അതെ അതെ, അതുപോലെ ഇതിനൊക്കെ ശ്ലോകമുണ്ട്. മുറിച്ച് തുന്നിയ വസ്ത്രം, അതുകൊണ്ട് അത് അമ്പലത്തിൽ കയറ്റുകയില്ല. ഷർട്ട് മുറിച്ച് തുന്നിയതാണ്. പുതയ്ക്കുമല്ലോ നമ്മൾ ഉത്തരീയം. അതൊരു 6 മീറ്ററുള്ള ഉത്തരിയാണെന്ന് വെച്ചോ, അതിങ്ങനെ നമുക്കൊരു 3-4 ചുറ്റിയിട്ട് അമ്പലത്തിൽ കയറാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ നിവൃത്തികേട് കൊണ്ട് കയറുന്ന, എനിക്ക് വേറൊരാളിൻ്റെ വേർത്ത ശരീരം എൻ്റെ ശരീരത്തിൽ മുട്ടുന്നത്, എനിക്ക് ആ സ്ഥലത്തെ തൊലി ഇങ്ങനെ ചെയ്തി കളയാൻ തോന്നും. അത് എൻ്റെ ഒരു പ്രശ്നമാണെന്ന് വെച്ചോ. പക്ഷേ ഇത് ഷർട്ട് ഊരാതെ കയറാനും വയ്യ. അപ്പം ഞാൻ മെലിഞ്ഞ മനുഷ്യനായതുകൊണ്ട് ഒരു 2-ാം മുണ്ട് മേടിച്ച് കഴിഞ്ഞാൽ 2 ചുറ്റ് എനിക്ക് ചുറ്റാം. അപ്പോൾ ഒരാൾ മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യില്ല, കുറച്ചുകൂടെ സേഫ്. ഈ അയാളുടെ പകർച്ചവ്യാധി എനിക്ക് വരുമെന്നുള്ള പേടിയൊന്നുമല്ല എനിക്ക്. ഒരു ഇറിറ്റേഷനാണ് വേർത്ത ശരീരം, ഇത്രയേ ഉള്ളൂ. അല്ലാതെ പകർച്ചവ്യാധി ഇതിലേ വേണമെങ്കിലും വരാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കയറാം. ഇതിൻ്റെ ന്യായം ഞാൻ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, ഈ 2-ാം മുണ്ട് എന്ന് പറയുന്നത് മുറിച്ച് തുന്നിയതല്ലല്ലോ, അത് ഒറ്റ തുണിയാണ്. ഒറ്റ തുണി നിങ്ങൾ പുതച്ചോ, ആര് വേണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതങ്ങനെ അത് ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഷർട്ട് പാടില്ല എന്നുള്ള വാശിക്കാരനോട് ഞാനിത് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഷർട്ട് പാടില്ല എന്നേ വാശിയുള്ളൂ. മോഹൻദാസിന് ഈ ഒരു അറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 2-3 ചുറ്റിക്ക് പ്രശ്നമില്ല. മുറിച്ചിട്ട് കൂട്ടിച്ചേർത്ത തുണി പാടില്ല, അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പം ഞാൻ ഈ കൊടി ഉണ്ടല്ലോ, കൊടിമരത്തിൽ കയറ്റുന്നു, അത് മുറിച്ചു തുന്നിയതല്ലേ എന്ന് ചോദിക്കണം. പക്ഷേ അങ്ങനോട് വഴക്കിടാനൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ചോദ്യം ചോദിച്ചില്ല. അത് മുറിച്ചു തുന്നിയതാണ്. അതെ അതെ, കൊടി. അപ്പോൾ അമ്പലത്തിനകത്ത് കയറ്റുന്നില്ലല്ലോ, കൊടിമരം പുറത്തല്ലേ? അല്ല, കൊടി മരം പുറത്താണ്. ഈ കൊടി കൊണ്ടുവരുന്ന അമ്പലത്തിന് ഉള്ളിൽ നിന്നല്ലേ? എനിക്ക് അറിഞ്ഞൂടാ എവിടുന്നോ അതിങ്ങനെ കൊണ്ടുവരുന്നത് കാണാം. അമ്പലത്തിന് ഉള്ളിൽ നിന്നാണോ അതോ ഏതെങ്കിലും ഇടനാഴിയിൽ നിന്നാണോ അറിയില്ല. അതിൻ്റെ സോഴ്സ് ഞാൻ കറക്റ്റ് ശ്രീകോവിലിന് അത് നല്ലെന്ന് തോന്നുന്നു. ശ്രീകോവിലിനുള്ളിൽ കൊടി കയറ്റില്ല, ഇല്ല. ബട്ട് അമ്പലത്തിനുള്ളിലാണ്. ബട്ട് ഈ പറഞ്ഞ ഷർട്ട് നിഷേധിക്കപ്പെട്ട ഏരിയയിൽ നിന്നാണ് ആ കൊടി പുറപ്പെടുന്നത്. ആ 2-3 പേര് അതിങ്ങനെ കൊണ്ടുവരുന്നു, കൊടിമരത്തിൻ്റെ അവിടെ കൊണ്ടുവരുന്നു, അവിടെ വെച്ചൊരു പൂജയൊക്കെ നടത്തി. കാരണം കൊടിമരത്തിനപ്പുറത്തേക്ക് നിങ്ങൾ ഷർട്ട് അഴിക്കണം നിർബന്ധമായും.
ക്ഷേത്രത്തിൻ്റെ കൺസ്ട്രക്ഷൻ അനുസരിച്ച് കൊടിമരത്തിന് മുമ്പ് തന്നെ ഷർട്ട് അഴിക്കേണ്ട ക്ഷേത്രമുണ്ട്. കൊടിമരം കഴിഞ്ഞിട്ട് നാലമ്പലം സ്റ്റാർട്ട് ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇങ്ങനെ പല രീതി. ഏതായാലും കൊടിമരം ഇതിൻ്റെ ഒരു അടയാളമാണ്. കൊടിമരത്തിൻ്റെ അപ്പുറത്തേക്ക് പല ക്ഷേത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. കൊടിമരത്തിനുള്ളിലേക്ക്, കൊടിമരമാണ് അതിർത്തിയായിട്ട് അവർ കണ്ടിട്ടുണ്ട്. അതിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഷർട്ട്, പാൻറ്റ്, ലുങ്കി, തൊപ്പി ഇതൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കും. ഇപ്പോൾ ഓരോ ക്ഷേത്രത്തിൽ ഓരോ ഏതായാലും ഷർട്ടൂരൽ നടന്നു, പക്ഷെ അതൊരു വിപ്ലവമൊന്നും ആയില്ല, ഒരു ഇവൻ്റ് ആയില്ല. അത് മോശമായിപ്പോയി. നമ്മൾ വലിയ കാര്യത്തിൽ പ്ലാൻ ചെയ്ത് വന്നതാണ്. ചില അമിട്ടൊക്കെ ചീറ്റിപ്പോകുമല്ലോ, അങ്ങനെ ചീറ്റിപ്പോയ ഒരു അമിട്ടായിപ്പോയി. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.